നമസ്കാരം. പിണറായി സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. മാസപ്പടി വിവാദം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വന്നത് എന്ന് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഏത് അന്വേഷണവുമായും താൻ സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. മാസപ്പടി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ ഇതുവരേക്കും നടപടിയെടുത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമ പോരാട്ടമാണ് മാത്യു കുഴൽനാടൻ ലക്ഷ്യമിടുന്നത്. തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കോടതിയെ സമീപിക്കേണ്ടി വരും. എക്സാലോജിക്കിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നിട്ട് CPIM ന്യായീകരിക്കുന്നത് അപഹാസ്യമാണ്. CPM പിണറായി വിജയന് കീഴ്പ്പെട്ടുവെന്നും മാസപ്പടി വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. കമ്പനി ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാനുള്ള കേവലം കടലാസ് കമ്പനിയാണ് എക്സാലോജിക് എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതായും കുഴൽനാടൻ പറയുന്നു. എന്നാൽ CPM ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ അത്ഭുതം തോന്നുകയാണ്. പിണറായി വിജയന്റെ പേര് ഉച്ചരിക്കാൻ CPMന് ഭയമാണ് എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അന്ന് കേവലം രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ പറയുന്നു എന്ന നിലയിലാണ് പ്രചരിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. എക്സാലോജി കമ്പനിയുടെ പ്രവർത്തനം കേവലം കടലാസ് കമ്പനിയുടെ രൂപത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് അധികമാരും മുഖവിലക്കെടുത്തില്ല. ഇന്ന് കമ്പനി ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ ആധികാരികമായി പരിശോധിക്കാൻ കഴിയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പരിശോധിച്ച് പ്രഥമ ദൃഷ്ട്യാ ഇത് അഴിമതി പണമോ കള്ളപ്പണമോ വെളുപ്പിച്ചെടുക്കുന്ന കമ്പനിയാണ് എന്ന നിലയ്ക്ക് അവർ വിലയിരുത്തിയിട്ടുണ്ട്. CPM പോലൊരു പാർട്ടി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. പിണറായി വിജയന്റെ പേരെടുത്ത് പറയാൻ എന്ത് അധികാരമെന്ന് EP ജയരാജൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ പിണറായിയുടെ പേര് ഉച്ചരിക്കാൻ ഭയക്കുന്ന പാർട്ടിയാണ് CPM എന്നതുകൊണ്ട് തന്നെയാണ്. വീണയോ മുഖ്യമന്ത്രിയോ കുടുംബമോ എന്തു തന്നെ ചെയ്താലും അതിന് ഔഷാരം പാടി നിൽക്കാൻ മാത്രമേ ഇപ്പോഴത്തെ CPMന് കഴിയുകയുള്ളൂ. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പ്രശ്നം വന്നപ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാട് CPMന്റെ കരുത്തായി കണ്ട പല നേതാക്കളുമുണ്ട്. പക്ഷേ പിണറായിയോട് അത് സാധിക്കില്ല. കാരണം പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് മുന്നിൽ CPM കീഴടങ്ങി എന്നതിന്റെ ഏറ്റവും ലളിതമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ തൊടുപുഴ വിജിലൻസ് DYSP മാത്യു കുഴൽനാടൻ MLAയുടെ മൊഴിയെടുക്കും. അന്വേഷണവുമായി കുഴൽനാടൻ സഹകരിക്കും. രജിസ്ട്രേഷനിൽ വില കുറച്ചു കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ബിനാമി ഇടപാടിലൂടെ 6 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും കുഴൽനാടൻ സ്വന്തമാക്കിയെന്നാണ് കേസ്. സത്യവാങ്മൂലത്തിൽ പറഞ്ഞതിനേക്കാൾ 30 ഇരട്ടി സ്വത്ത് മാത്യു നേടിയിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. ആദ്യമായാണ് കേസിൽ മാത്യു കുഴൽനാടന്റെ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് കേസിലെ പരാതിക്കാരൻ. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കുന്നത്.